ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലി ഞാൻ ഓൾറെഡി 2 തവണ ഫാമിലി ചേഞ്ച് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഫാമിലി ചേഞ്ച് ആയത് എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫാമിലി ചേഞ്ച് ആയതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്. എൻ്റെ വീഡിയോയ്ക്ക് പൊതുവേ സൗണ്ട് കുറവാണ്, ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചേക്കാണ്. അപ്പം ഈ വോയിസ് നിങ്ങൾക്ക് ഇതിലൂടെ നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ നിഗമനം. എനിക്കറിയത്തില്ല ഇത് കേൾക്കുന്നുണ്ട്, ഇത് ഓണാണ്, കണക്റ്റ് ഒക്കെ ചെയ്തേക്കുന്നത് കറക്റ്റായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല. പെട്ടെന്ന് ഫാമിലി പുറത്തു പോയി, അപ്പം വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം എനിക്ക് അല്ലാത്തപ്പോൾ ഇവരുണ്ടെങ്കിൽ കിടന്ന് അലയ്ക്കാൻ പറ്റുന്നില്ല. ഒരു അലയ്ക്കാൻ ഒരു ഫ്രീഡം കിട്ടുന്നില്ല. അപ്പം എന്നോട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഫാമിലി ചേഞ്ച് ആയത്, ഇതിപ്പം എത്രാമത്തെ എൻ്റെ തേർഡ് ഫാമിലിയാണ്, അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം എൻ്റെ ഫസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് സെപ്റ്റംബറിലാണ്. എനിക്കൊന്ന് ഞാൻ 3 മാസത്തിനുള്ളിൽ 3-ാമത്തെ മാസം ഞാൻ തേർഡ് ഫാമിലിയിലെത്തി. 3 മാസം അല്ലെങ്കിൽ 3.5 മാസം 4 മാസം എടുത്തില്ല. അതിന് മുമ്പ് ഞാൻ എൻ്റെ തേർഡ് ഫാമിലിയിലെത്തി. വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ, എൻ്റെ കൈ കഴിക്കുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ എത്തിയത് ഒരു സിംഗിൾ മദറായിരുന്നു. പുള്ളിക്കാരി ഡിവോഴ്സ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് മന്ത് എൻഡൊക്കെ വരും, കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യും. കൊച്ചിന് 7 വയസ്സായിരുന്നു ഉള്ളത്. അപ്പം എനിക്കാണെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. എനിക്ക് നല്ല പോലെ ഞാനാണ് എൻ്റെ അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല പണിയായിരുന്നു, നല്ല പോലെ പണിയുണ്ടായിരുന്നു. അപ്പം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പെടാൻ തയ്യാറായിട്ടാണ് എല്ലാവരും വരുന്നത്, എനിക്കറിയാം. ഞാനും അതുപോലെ തന്നെ എന്ത് വന്നാലും കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത്. അവിടെ ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പണിയായിരുന്നു. പിന്നെ പുള്ളിക്കാരി എന്നോട് നല്ല പോലെ ദേഷ്യപ്പെടുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു ചെയ്ത്, ഇപ്പം ഞാൻ അവിടെ ക്ലീൻ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ക്ലീൻ ആയിട്ടില്ല. പിന്നെ ഒരു തവണ ഞാൻ എനിക്ക് സെപ്പറേറ്റ് ആയിരുന്നു അക്കോമഡേഷൻ. അപ്പം ഞാൻ തിരിച്ച് റൂമിൽ പോയി കഴിഞ്ഞപ്പം പുള്ളിക്കാരി വിളിച്ച് വരുത്തി, ആദ്യത്തെ കഴിഞ്ഞ 1 മണിക്കൂർ ഇവിടെ എന്താണ് ചെയ്തത്, ഇവിടെ ഒന്നും ക്ലീൻ ആയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെ. പിന്നെ രണ്ടാമത് എന്നെക്കൊണ്ട് 1-2 തവണയൊക്കെ ക്ലീൻ ആക്കിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ ജോലിയാണ്, അതുകൊണ്ടല്ല ഞാൻ മാറിയത്. ഇത് ഞാൻ പറഞ്ഞോട്ടെ, 7 വയസ്സുള്ള കുട്ടിയായിരുന്നു. അപ്പം എൻ്റെ ജർമ്മൻ അത്ര ഫ്ലുവൻ്റ് ആയിരുന്നില്ല. ഇപ്പോഴും ഫ്ലുവൻ്റ് അല്ല, എന്നാലും വന്ന സമയത്ത് എനിക്ക് ജർമ്മൻ ഫ്ലുവൻസിയുടെ അല്ല, എനിക്ക് സംസാരിക്കാൻ പേടിയായിരുന്നു. ഞാൻ എന്തെങ്കിലും അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുമോ, എനിക്കൊരു പേടിയാണ് ഉള്ളിൽ, അയ്യോ പറയണോ, അങ്ങനെ എനിക്ക് ഭയങ്കര പുള്ളിക്കാർ ദേഷ്യപ്പെടുന്നു. എനിക്കങ്ങനെ ഭയങ്കര പേടിയായിരുന്നു. ഇവർ ചോദിക്കുമ്പോൾ മാക്സിമം ഒരു സെൻറ്റൻസ്, ഇപ്പോൾ താക്കോലിന് ഷ്ലൂസൽ, പിന്നെ ഇങ്ങനെ സുറുഗേൻ, ഇങ്ങനെ കുറച്ച് ഞാൻ വേർഡ്സ് മാത്രം, ഞാനൊരു സെൻറ്റൻസ് ആക്കി പോലും പറയത്തില്ല. എനിക്ക് അത്ര പേടിയായിരുന്നു. പിന്നെ പറയുമ്പം ഞാനിപ്പോൾ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പം എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ലെങ്കിൽ പോലും കൊച്ചിന് മനസ്സിലാവത്തില്ല. ഞാൻ ഈ ക്യാറ്റ്സ് എന്നുള്ളതൊക്കെ അവരുടെ പ്രൊനൗൺസിയേഷനിൽ പറഞ്ഞല്ലാതെ കൊച്ചിന് മനസ്സിലാവത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് അവിടെ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും കുറവായിരുന്നു. എനിക്ക് കൂടുതലും അവിടുത്തെ വീട്ടുജോലിയായിരുന്നു. അപ്പം കുട്ടിയുമായിട്ട് ഞാൻ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ പുള്ളിക്കാർ പറയുന്നു ഞാനും കൊച്ചുമായിട്ട് അടുക്കുന്നില്ല, കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് കൊച്ചിൻ്റെ കൂടെ കളിക്കാനുള്ള സമയമൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ കുട്ടീൻ്റെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ കുട്ടി പറയും ഇഷ്ബിൻ അലൈനെ മഹൻ, പുള്ളിക്കാരി ഒറ്റയ്ക്ക് ചെയ്തോളാം, ആദിത്യയുടെ ഹെൽപ്പ് വേണ്ട, ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറയും. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. പിള്ളേർ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കണം, നമുക്ക് ഫോഴ്സ് ചെയ്യാൻ എടുക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ഈ സെയിം സിറ്റുവേഷനുള്ള 3-4 ഓപ്പയർ ഫ്രണ്ട്സിനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും നമ്മളോട് പറയും കൊച്ചുമായിട്ട് മിങ്കിൾ ചെയ്യുമെന്ന് പറയും. പക്ഷെ കൊച്ച് ഇൻട്രോവേർട്ടാണ് താനും. നമ്മൾ കൊച്ചുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കൊച്ച് നമ്മുടെ അടുക്കലോട്ട് വരുന്നില്ല. പക്ഷേ എൻ്റെ കൊച്ചിന് എന്നെ കാണുമ്പോൾ പേടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം ചിരിക്കും. പിന്നെ എന്നോട് പറയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്ക് ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത്, ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു പുള്ളിക്കാരി അതാണ് പറഞ്ഞത്, ആദിത്യയും കൊച്ചുമായിട്ട് അടുക്കുന്നില്ല. അപ്പം ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് നല്ലതായിട്ട് ജർമ്മൻ സംസാരിക്കാത്തതുകൊണ്ടായിരിക്കും കുട്ടി എന്നോട് അതായിരിക്കും ഒരു റീസൺ. ഞാനായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്നോട് വന്ന സമയത്ത് ജോലി കൂടുതലായപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ആദിത്യ ഫാമിലി മാറുമെന്ന് എന്നോട് എല്ലാവരും ഇവിടെ വന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നവരെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നാട്ടിലെ ഏജൻസിയൊക്കെ സംസാരിച്ചപ്പം
അഡ്ജസ്റ്റ് ചെയ്യ്, പണിയുടെ കൂടുതലാന്നൊക്കെ പറഞ്ഞപ്പോൾ പണിയെടുക്കാനല്ലേ വന്നത്. ഓക്കെ, അത് എനിക്ക് പണിയുടെ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ആരോടും പറഞ്ഞതല്ല. അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. പക്ഷെ 1 വർഷം ഞാനിങ്ങനെ വിചാരിക്കും, 1 വർഷം ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർ ഒരു കൊച്ചിന് ഞാനായിട്ട് അടുക്കുന്നില്ല എന്നുള്ള റീസൺ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരിയോട് ഒരു ദിവസം എനിക്ക് അത്രയും വിഷമം വന്നു. പുള്ളിക്കാരി ദേഷ്യപ്പെട്ടന്ന് ഞാൻ കരയൊക്കെ ചെയ്തു. അപ്പോൾ ആ കരഞ്ഞ ആ ഒരു ഇഷ്യൂവിൽ പുള്ളിക്കാരി അന്ന് കരഞ്ഞ സമയത്ത് പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പം പിന്നെ വന്ന് നമ്മളോട് സോറി ആദിത്യ എന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടൊക്കെയാണ് പോയത്. ഞാൻ പുള്ളിക്കാരി വിൻഡോ തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളിക്കാരി എന്നോട് ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞപ്പം റൂം അവരുടെ ഫുൾ വിൻഡോ ക്ലീൻ ആക്കണമെന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ ഏതോ അവരുടെ ബാത്റൂമിലെ വിൻഡോ ക്ലീൻ ആക്കിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായപ്പോൾ ഞാനന്ന് അവിടെ നിന്ന് കരഞ്ഞു. പുള്ളിക്കാരി ദേഷ്യപ്പെട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഡിവോഴ്സ്ഡ് ആയതുകൊണ്ടും ഒക്കെ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെസ്സൊക്കെ പുള്ളിക്കാരി എൻ്റെ അടുക്കായിരുന്നു തീർത്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്ത് പിറ്റേ ദിവസം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, മാനസികമായിട്ട് വിഷമമുണ്ടോ? പുള്ളിക്കാരി മാനസികമായിട്ട് പറ്റുന്നില്ലേ, വിഷമമുണ്ടോ, ആദ്യത്തേക്ക് ഇവിടോട്ട് ഓക്കെ അല്ല. അപ്പം ഞാനാണ് ഭയങ്കരമായിട്ടും മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം ഞാനിത് സംസാരിക്കുമ്പം എനിക്ക് വീട്ടിൽ പറയാൻ സത്യം എനിക്ക് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റും. ഓപ്പേറിന് വന്നവർ നമ്മുടെ വീട്ടിൽ പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ പേരൻസ് വിഷമിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വീട്ടിൽ പേരൻസിനോട് പറയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ പറയാൻ പറ്റത്തില്ല, ഇവിടെ ഇത്രയും കഷ്ടപ്പാടാണ്. അപ്പം അന്ന് ഞാൻ വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം എൻ്റെ ഒരുവിധ ഫ്രണ്ട്സും ജോലി കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ വീട്ടുകാരെ വിളിച്ച് അവരെയും കൂടെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്നുള്ള രീതി തന്നെ. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ആദിത്യ ഇതുകൊണ്ട് പുള്ളിക്കാരിക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ. ചിലവരുടെയൊക്കെ ഒത്തിരി പേരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്നോട്ട് അവരിങ്ങനെ അനുഭവിക്കുന്നോട്ട് പുള്ളിക്കാരി അങ്ങനൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് കേട്ടപ്പം എൻ്റെ എക്സ്പീരിയൻസ് വളരെ ചെറിയ എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ആദിത്യ ഇതുകൊണ്ട് പ്രശ്നമുണ്ടോ? പുള്ളിക്കാരി വന്നിരുന്ന് ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചു. ആ സമയത്ത് എനിക്ക് എന്താണ് പറയേണ്ടത്, ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞ എനിക്ക് ഫാമിലി ചേഞ്ച് ചെയ്യണം, എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ല, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളിക്കാരി എന്നിട്ട് അന്നേരം പറഞ്ഞു, എന്നിട്ട് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ, അന്നേരം ഓക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്നുണ്ട്, ആദ്യ നമുക്ക് ട്രൈ ചെയ്യാം, കൊച്ചുമായിട്ട് അടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എൻ്റെ സെക്കൻഡ് ഫാമിലിക്ക് വേണ്ടി ഞാൻ നോക്കുമായിരുന്നു. ഞാൻ വന്ന ഏജൻസിയോടും അങ്ങനെ പറഞ്ഞ് പിന്നെ ഫാമിലി മാറാൻ 1 മാസം പുള്ളിക്കാരി എന്നിട്ട് ഒരു പകുതിയായപ്പോൾ പറഞ്ഞ്, എനിക്ക് ഒത്തിരി സമയം തന്നിരുന്നു കേട്ടോ. ആവശ്യത്തിലേറെ സമയമൊക്കെ തന്നായിരുന്നു. 1 മാസത്തിൽ കൂടുതൽ തന്നായിരുന്നു ഫാമിലി കണ്ടുപിടിക്കാൻ, ഇത്ര ഡേറ്റിനുള്ളിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സമയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ രീതിയിലും ഫാമിലി കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പം എന്ന് വെച്ചാൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു ചിന്തയെന്ന് എനിക്ക് ഇനി ഇങ്ങനൊരു റോങ് ഡിസിഷൻ എടുക്കാൻ പറ്റരുത്. പെട്ടെന്നൊരു നല്ല ഫാമിലി കണ്ടുപിടിച്ച് ഇനി പോകുന്ന ഫാമിലിയിൽ ചേഞ്ച് ആവരുത്, നല്ലൊരു ഫാമിലി തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ എൻ്റേതായ രീതി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ, സെലക്ട് ചെയ്യാമല്ലോ. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ oppair.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരുന്നു. അതിൽ ഞാൻ അതിനകത്തുള്ള എനിക്കൊന്ന് ഫുൾ ഫാമിലിക്ക് റിക്വസ്റ്റ് അയച്ച് പിന്നെ നാട്ടിൽ നിന്ന് ഏജൻസിയോട് പറഞ്ഞു. പിന്നെ ഓൾറെഡി നാട്ടിൽ നിന്ന് ഏജൻസി വരുമ്പോൾ ഇവിടെ ഒരു ഏജൻസി ഉണ്ടല്ലോ, അവർ തന്ന ഫാമിലിയോട് സംസാരിച്ചു. പിന്നെ എൻ്റേതായ രീതിയിൽ ഞാൻ കുറേ പേരോട് എനിക്ക് തോന്നുന്നു ഞാനൊരു 10 കൂടുതൽ ഇൻ്റർവ്യൂ കഴിഞ്ഞെങ്കിലേ ഉള്ളൂ. ഓൺലൈൻ വാട്സപ്പ് ഈ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. പിന്നെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഓപ്ഷൻസും ഉണ്ടായിരുന്നു, പെട്ടെന്ന് വേണ്ടവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പം അങ്ങനെ അതിൽ നിന്ന് എൻ്റെ സെക്കൻഡ് ഫാമിലി എന്ന് പറയുമ്പം അവിടെ നിന്ന് ഒരു 1 മണിക്കൂറോ 3/4 മണിക്കൂറോ അത്ര ദൂരമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് ഫാമിലിയിൽ ഞാൻ കണ്ടുപിടിച്ച ഫാമിലിയാണ്. ഞാൻ എൻ്റെ സെക്കൻഡ് ഫാമിലിയിലെത്തി. അപ്പോൾ സെക്കൻഡ് ഫാമിലിയിലെത്തിയപ്പം അവിടെ എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി. ഞാൻ വിചാരിച്ചു ഇതിൽ നല്ലൊരു ഫാമിലി ഒരു ഓപ്പേറിന് കിട്ടുമോ എന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് തന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസും പുള്ളിക്കാരിയാണെങ്കിലും എനിക്ക് ഇവരോട് വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ തന്നെ ഇവർ ഓക്കെയാണ്, നല്ല ഓപ്പൺ മൈൻഡഡ് ആണ്, നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അവരെ തന്നെ ചൂസ് ചെയ്തത്. കൊച്ചാണേലും എന്താണ് അപ്പം ഞാൻ വിചാരിക്കായിരുന്നു വന്ന സമയത്ത് കൊച്ചായതുകൊണ്ട് പെട്ടെന്ന് അടുക്കുകയും ചെയ്ത് എങ്ങനെ ഇതായി പോകുന്നു. അപ്പം ഓൾറെഡി എനിക്ക് അവർ ഡിസംബർ ലാസ്റ്റാണ് എന്നോട് അവിടോട്ട് വരാൻ പറഞ്ഞത്.
അപ്പോൾ എൻ്റെ സെപ്പറേറ്റ് അക്കോമഡേഷൻ ആയതുകൊണ്ട് അക്കോമഡേഷൻ ഈ ഫസ്റ്റ് ഫാമിലി വെക്കേറ്റ് ചെയ്തുകൊണ്ടും എനിക്ക് ഡിസംബർ ആദ്യം തന്നെ ആ ഫാമിലി പോവേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഹോസ്റ്റ് ഫാദർ ഒരു പോലീസ്മാൻ ആയിരുന്നു. പുള്ളിക്കാരിയും ജോലിയായിരുന്നു. അപ്പം ഫെബ്രുവരി മുതലാണ് അവിടെ എൻ്റെ ശരിക്കുള്ള ഓപ്പർ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം അവിടുത്തെ പുള്ളിക്കാരന് അവർ ഓൾറെഡി ഈ പാർട്ട് ടൈം ജോലിക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലിരിക്കുക. അപ്പോൾ അവർക്കത് റിജക്ഷൻ അതിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഓപ്പേറെ നോക്കിയത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇവർ പാർട്ട് ടൈം ജോലി ആ പുള്ളിക്കാരനെ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്ന് ഉള്ളൊരിത് വന്ന്. അപ്പം അവർക്ക് എന്നോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വന്ന സമയത്ത് അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ അത് എനിക്കൊന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരെന്നോട് പറഞ്ഞത്. ഇതെല്ലാം ഓക്കെ ആയി ഫിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഇതൊരു വെക്കേഷൻ ഇതുകൊണ്ട് ഇന്നതുപോലെ അവർക്ക് പാർട്ട് ടൈം അലൗഡായി. അപ്പം ഞങ്ങൾക്ക് ആ പുള്ളിക്കാരൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് ആ പേരൻസിന് തന്നെ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം ഇരിക്കുക എന്നുള്ളത് നല്ല കാര്യമായിരുന്നു. അപ്പം അവർക്ക് അങ്ങനൊരു ഇത് കിട്ടി. പാർട്ട് ടൈം ചെയ്യുമ്പം സാലറിയുടെ ഹാഫേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലൊരു ഓപ്പേറിനെയും കൂടെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ ഹെൽപ്പ് അവർ ചെയ്തു തരാം. ഫാമിലി കണ്ടുപിടിക്കുന്നതിന് വരെ ഇവിടെ നിൽക്കാം. അവരവരുടേതായ രീതിയിൽ എനിക്കറിയാവുന്ന ഫാമിലി നോക്കി. അവിടെ എനിക്ക് നല്ല ഭയങ്കര എന്ന് വെച്ചാൽ ഒരു വെക്കേഷൻ പോലെ. സത്യം പറഞ്ഞാൽ ഡ്യൂട്ടി ആയിട്ടൊന്നും തുടങ്ങിയതില്ലായിരുന്നു. അവർ എനിക്ക് ഒഫീഷ്യലി കോൺട്രാക്റ്റ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ലാസ്റ്റ് മുതലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ വലിയത്. പക്ഷേ എനിക്ക് അവർ ഒരു മാസത്തെ ഇത് തന്നു, പോക്കറ്റ് മണിയൊക്കെ തന്നു. എൻ്റെ ബാക്കി കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് അവരെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പിന്നെ വേഗം ഫാമിലി നോക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് മാറാം അത്രയും ദിവസം കൂടെ അവരെ ഇതാക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും എൻ്റേതായ രീതിയിൽ വീണ്ടും ഫാമിലിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഫാമിലീസൊക്കെ വരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ആദ്യത്തെ തവണ ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യത്തെ തവണ നമ്മൾ അത്ര ഗ്യാപ്പ് എടുത്തില്ലല്ലോ. ആ ഫാമിലീസിനെ തന്നെ കുറേ പേരെ കോൺടാക്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഇതൊന്നും ആയില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ മാറണം വേഗം ഡിസംബറിൽ തന്നെ മാറാം എന്നുള്ള രീതിയിൽ നമ്മൾ ലേറ്റ് ആകും തോറും നമുക്ക് ഫാമിലീസ് കിട്ടണ്ടേ. പിന്നെ മൂന്നാമത്തെ ഫാമിലിയാണ്. ഈ 3 ഫാമിലിയുടെയും കഥ ഇനി അടുത്ത ഫാമിലിയോട് പറയണം. അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ സംസാരിക്കാം, ഏത് ഫാമിലി ഇൻ്റർവ്യൂ ആണെങ്കിലും ഈ മാറുന്നതിൻ്റെ റീസൺ അവരോട് പറയാം, അവരുടെ കാര്യങ്ങൾ അവർ പറയാം, അതൊന്നും ഇതാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസമാണ് എനിക്ക് ഇവിടുത്തെ ഫാമിലിയുടെ ഇത് വരുന്നത്. അവർ പെട്ടെന്ന് അയച്ചൊരു ഇൻ്റർവ്യൂ ഇന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഒരു കൊച്ചാണ്. അപ്പം അവരതിനകത്ത് ഇട്ടിരുന്നത് 8 മാസം എന്നാണ്. 11 മാസമാണ് കൊച്ചിന്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരി സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, എനിക്ക് ഭയങ്കര കമ്പനിയായിട്ട് തോന്നി. അതിനിടയിൽ ഞാനൊരു ഫാമിലിയായിട്ട് സംസാരിച്ച് ഏകദേശം അവിടെ പോവാം, ഫ്രാങ്ക്ഫർട്ടിൽ ഒരു ഫാമിലിയായിട്ട് അവിടെ പോകാമെന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഈ പുള്ളിക്കാരായിട്ട് സംസാരിച്ചത്. മറ്റേ പുള്ളിക്കാരി ഇച്ചിരി റഫ് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പോവാം, ആഴ്ചയിൽ 3 ദിവസത്തെ ഡ്യൂട്ടി ഉള്ളായിരുന്നു, പോവാമെന്നുള്ള രീതിയിൽ അത് ഫുൾ ഡേ ആയിരുന്നു. അങ്ങനെയാണ് ഇവരെ കണ്ടത്. ഇവരെ കണ്ടപ്പം ഓക്കെ, പിന്നൊന്നുമില്ല. ഞാൻ വേഗം അവരോട് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഫാമിലി മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആഴ്ച, ഞാനിപ്പം ശനിയാഴ്ച ഇൻ്റർവ്യൂ ചെയ്തെങ്കിൽ ഞാൻ ബുധനാഴ്ചയാണ് ഇങ്ങോട്ട് ഇവരുടെ അടുക്കലോട്ട് വന്നത്. പെട്ടെന്ന് കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് പെട്ടെന്ന് വരുമായിരുന്നു. അപ്പോൾ ഫാമിലി ചേഞ്ച് ചെയ്തതിൻ്റെ റീസൺ ഫസ്റ്റിലത്തേന്ന് വെച്ചാൽ ഇത്തിരി കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ 2 ഫാമിലിയായിട്ടും കോൺടാക്റ്റ് ഉണ്ട്. എനിക്കൊന്ന് ഇത്തിരി കൂടെ കോൺടാക്റ്റ് ഫസ്റ്റ് ഫാമിലിയായിട്ടാണ്. മറ്റേടത്ത് ഞാൻ അധികം നിന്നില്ലല്ലോ. അപ്പോൾ ഈ 2 ഫാമിലിയായിട്ടും കോൺടാക്റ്റ് ഉണ്ട്. അവരുടെ ഒരു കാര്യമാണേലും എന്ത് കാര്യമാണേലും ഇവരെന്നെ വിളിക്കുകയും എടുക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്ന പിള്ളേരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരുപാട് പേര് ഫാമിലി ചേഞ്ച് ആവുന്നതും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതും ഇതിനേക്കാളും വലിയ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഫാമിലിയിൽ എനിക്ക് കഥ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ഒത്തിരി. ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കരയുമായിരുന്നു. എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഫസ്റ്റ് ഫാമിലിയിൽ ഞാൻ എൻ്റെ സ്ട്രഗിൾസ് എനിക്കൊന്നും ഫാമിലിയിലും അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ആ ഒരു ഫസ്റ്റ് ഫാമിലിയിൽ നല്ലപോലെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തതിൻ്റെ ആയിരിക്കും സെക്കൻഡ് ഫാമിലിയിൽ ഭയങ്കര എന്താണ് ശരിക്കും ഒരു ഫാമിലി പോലെ അതുകൂട്ട് കൊച്ചാണെങ്കിലും മൊത്തത്തിൽ നല്ലതായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഇതിപ്പോൾ എൻ്റെ തേർഡ് ഫാമിലി. ഇതും എന്താണ് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ 3-ൽ ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തേർഡ് ഫാമിലിയാണ്, ഇപ്പം നിൽക്കുന്ന ഫാമിലിയാണ്. ഇതും അടിപൊളി ഫാമിലി. എനിക്കെന്താണ് കൊച്ചിനാണ് ഇപ്പോൾ 1 വയസ്സേ ഉള്ളൂ. എന്താണ് എന്താണ് ആദിത്യമ്മ, എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും ആദിത്യാമ്മ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം എൻ്റെ ചേച്ചിയുടെയൊക്കെ കുഞ്ഞുണ്ട്, അവളെയാണ് ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നിട്ടുള്ളത് കേട്ടോ.
ഒരു പ്രത്യേക ഫീൽ. എനിക്കിപ്പം വിഷമമുണ്ട്. ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ കോൺട്രാക്ട് എൻഡ് ചെയ്യും. വിട്ടു പോണം. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്നാലും വിട്ടു പോയാലും വരാം, ഇടയ്ക്കൊക്കെ കാണണം. ഞാൻ പുള്ളിക്കാരിയോട് ചോദിക്കും, എന്തുവാ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കൊച്ചെന്നെ ഫസ്റ്റ് ഓ പെയർ ആണ്. കൊച്ചെന്നെ മറന്നു പോകത്തില്ലേ എന്നൊക്കെ പറയും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ കൊച്ചെന്നെ മറന്നു പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇതാണ് നിൻ്റെ ഇത് കൂട്ട് ആദ്യത്തെ ഫസ്റ്റ് ഓ പെയർ, ഫസ്റ്റ് ഇതോട്ട് ഓ പെയർ ആയിട്ട് നോക്കാൻ വന്നാൽ നിന്നെ ഒരുപാട് നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ഞങ്ങളെപ്പോഴും ഇതാക്കി കൊടുക്കുമെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എന്താണ് ഇപ്പം നല്ലൊരു ഫാമിലിയിലാണ്. ഇപ്പം ഒരുപാട് പേര് എനിക്കറിയാം ഓ പെയർ ആയിട്ട് വന്ന് സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പം ഫസ്റ്റ് അതിവിടെ തന്നെ കുറേ പേരൊക്കെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെ കഥയും ഡ്യൂട്ടിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഫാമിലി ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ചേച്ചി ഇനി പോകുന്ന ഫാമിലി ഇതിലേ കഷ്ടപ്പാടാണെങ്കിലോ, ഇനി ഇതിൽ അതാണല്ലോ എന്നൊക്കെ പറയും. അപ്പം ഓ പെയറിന് ഞാനിപ്പം പറഞ്ഞല്ലോ വരുമ്പം എനിക്ക് കിട്ടിയത് ആദ്യം ഞാൻ സ്ട്രഗിൾ ചെയ്തു. നല്ല ഫാമിലിയും ഉണ്ട്, കുറച്ച് ചീത്ത ഫാമിലിയും ഉണ്ട്. ഇറക്കി വരെ വിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓ പെയറിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതൊക്കെ എനിക്ക് 20 ഒരുപാട് പേര് ഇവിടെ ഓ പെയർ ചെയ്യുന്നവർ മെസ്സേജ് അവരുടെ സിറ്റുവേഷൻസ് ചിലവർ വിളിച്ച് കരയുക വരെ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടും. സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ഇതെന്താണ്, എനിക്ക് ടെൻഷനാണ്. അറിയാത്ത ഒരു ആളുടെ മെസ്സേജ്, ഒരു പെങ്കൊച്ചിൻ്റെ മെസ്സേജ് വരുമ്പം ഇതിനി എന്താണ് പ്രശ്നം, നമുക്കിവിടെ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഈ വെബ്സൈറ്റ് പറഞ്ഞു കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക, ഫാമിലി നോക്കുന്ന പറയും. അപ്പം ഓ പെയർ നല്ല ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ഫാമിലി നോക്കി ചൂസ് ചെയ്യുക. പിന്നെ എന്താണ് ഒരുപാട് പേര് ഇതുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഏജൻസി വഴിയല്ലേ വന്നത്, അവരോട് പറ ഫാമിലി ചേഞ്ച് ചെയ്ത് തരാനെന്ന്. അപ്പം പറഞ്ഞത് ഏജൻസി അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നല്ലൊരു ഏജൻസി നോക്കി വരിക. ഇപ്പം സെൽഫായിട്ട് വരുന്നത് അത്ര ഒരു ഏജൻസി, നല്ലൊരു ഏജൻസി നോക്കി വരിക. പിന്നെ എന്താണ് ഇതിൻ്റെ പേരിൽ കുറേ പേര് പൈസ ഒരുപാട് മേടിക്കുന്നുണ്ട്. 1.5 ലക്ഷം 2 ലക്ഷത്തിനകത്ത് ഒക്കെ നമുക്ക് ഓ പെയറിന് ഏജൻസി ഫീസ് ആവത്തുള്ളൂ. അപ്പം അങ്ങനെ പൈസ കുറവുള്ള നല്ലൊരു ഏജൻസി അവരോട് ചോദിക്കണം. ഫാമിലി മാറുക എന്നുള്ളത് അത്ര കുറ്റകരമായ കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഫാമിലി മാറാകുമ്പം ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് ചോദിക്കുക. കാരണം എല്ലാവരും ഇപ്പോൾ അവർ പറയുന്ന കൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കുറച്ചൊക്കെ പറ്റും. നമ്മൾ വീടും നാടും എല്ലാം വിട്ട് ഇവിടെ വന്ന് നമ്മളെ രക്ഷപ്പെടണം എന്നുള്ളൊരു കാര്യത്തിൽ വന്നതാണ്. അപ്പം എത്രയെന്നും ചൊല്ലിയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ ജോലിയൊക്കെയാണ്, അത്യാവശ്യം ഹെവി വർക്കാണ്. പക്ഷെ എന്നാലും ഫാമിലി കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഫാമിലിയുടെ സ്ട്രഗിളും അവരുടെ മെൻ്റൽ പ്രശ്നം, അവരുടെ സ്ട്രെസ്സും, അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങളും അങ്ങനൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് വേറെ ഓപ്ഷനുണ്ട്. നമ്മളങ്ങനെ ഒരു വർഷം അവരുടെ അടുത്ത് കിടന്ന് നരയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയൊക്കെ മാറുക. ഞാൻ മാറിയ വെബ്സൈറ്റ് opay.com എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഞാൻ 2 തവണയും അതിൽ നിന്നാണ് ഫാമിലിയെ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ഓ പെയർ റിലേറ്റഡ് ആയിട്ടുള്ളയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാനാണ് എൻഡ് എടുത്തത് റെക്കോർഡായില്ല. പിന്നെ ഞാൻ ഈ എൻഡ് എടുക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരമാണ് കാണുന്നത്. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ എൻഡ് എടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ.